ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ നോമ്പിന്റെ 13-ാം ദിവസത്തിലേക്ക് നാം കടക്കുമ്പോൾ അല്പനേരത്തെ ധ്യാനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 6-ാം വാക്യമാണ്. തൻ്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് അവൻ പരമാർത്ഥ ഹൃദയത്തോട് ദൈവസന്നിധിയിൽ ആയിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യൻ പലപ്പോഴും തൻ്റെ ജീവിത സുഖങ്ങളെ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി വക്രനായി മാറുന്നത് പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സദൃശ്യവാക്യം 14-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നാം, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. കാരണം എന്തെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ ആരംഭം മാത്രമാണ് അറിയുന്നത്. അതിൻ്റെ പൂർത്തീകരണം എപ്രകാരമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിവുള്ളതല്ല. പെട്ടെന്നുള്ള ലാഭത്തിനായി എടുക്കുന്ന ചില തീരുമാനങ്ങൾ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ നമുക്ക് എത്തിക്കുവാൻ കഴിയണമെന്നില്ല. സദൃശ്യവാക്യം 12-3 പറയുന്നു: യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ നാം എത്ര ഭക്തിയുടെ വേഷം കെട്ടിയാലും ദൈവം നമ്മെ എങ്ങനെ കാണുന്നു എന്നുള്ളത് പ്രധാന കാര്യമാണ്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: യാക്കോബിനെ അവന്റെ നടപ്പിനൊത്തവണ്ണം സന്ദർശിക്കുകയും അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കുകയും ചെയ്യും. നാം ഓരോരുത്തരുടെയും നടപ്പിനെയും പ്രവൃത്തിയെയും കണക്കിടുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള സത്യം നാം ഒരിക്കലും കാണാതെ പോകരുത്. ദൈവം നമ്മൾക്ക് മുൻപിൽ 2 വഴികൾ തുറന്നിട്ടിരിക്കുകയാണ്. ഒന്ന്, നാശത്തിലേക്ക് നടന്നു നീങ്ങുന്നവരുടെ വഴി. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അനേകർ അവരോട് ചേർന്ന് നടക്കുവാൻ ഉണ്ടാകും. രണ്ടാമത്തെ വഴിയെ സംബന്ധിച്ചോളം പറയുന്നു, അത് നിത്യജീവങ്കിലേക്ക് നടന്നടുക്കുന്ന വഴിയാണ്. ഈ വഴിക്കും ഒരു പ്രത്യേകതയുണ്ട്: കൂടെ നടക്കുവാൻ കൂട്ടുകാർ വളരെ കുറവായി. ഇതിലേത് വഴിയും നമുക്ക് തിരഞ്ഞെടുക്കാം. നാം എടുക്കുന്ന തീരുമാനമാണ് വളരെ പ്രാധാന്യമുള്ളത്. സദൃശ്യവാക്യം 23-ാം അധ്യായം 4-5 വാക്യങ്ങൾ: ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നതും എന്തിന്? അത് ഇല്ലാതെയാകി പോകുമല്ലോ. പണം എല്ലാത്തിനും ആശ്വാസം തരുമെങ്കിൽ എന്തേ മനുഷ്യൻ സ്വസ്ഥനാകുന്നില്ല? ദൈവം നമ്മെ ഈ ലോകത്തിൽ എന്തിനായി ആക്കി വെച്ചിരിക്കുന്നു എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ധനത്തിൽ നിന്ന് നമുക്ക് അകന്നിരിപ്പാൻ സാധിക്കും. നഹൂം പ്രവാചകൻ തന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ കൂടി പറയുന്നു: ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനിയും നിന്നെ താഴ്ത്തുകയില്ല. ഇപ്പോഴോ ഞാൻ അവന്റെ മുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങളെ അറുത്തുകളയുകയും ചെയ്യും. ദൈവപൈതലേ, ഇതുവരെയും പലയിടങ്ങളിലും നാം പരാജിതരായിരിക്കുന്നു എങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ശത്രുവിന്റെ മുഖത്തെ ഒടിച്ചു കളവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വക്രതയുടെ വഴികൾ ഉപേക്ഷിക്കുന്നു എങ്കിൽ ഞാനും നിങ്ങളും പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നടക്കുന്നു എങ്കിൽ ദൈവം നമ്മെ സന്ദർശിക്കും. സമ്പത്ത് അവൻ തരുന്ന ദാനമാകുന്നു.
ആയതിനാൽ അവൻ നമ്മൾക്ക് നൽകിയതിൻ പ്രകാരം വിശ്വസ്തയോടെ ജീവിപ്പാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ധ്യാനചിന്തയിൽ നിന്നും വിരാമം കുറിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ധ്യാനിച്ച വിഷയം കർത്താവേ നീ കണ്ടിരിക്കിയാൽ സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊന്ന് ആദായമാക്കുവാൻ തക്കവണ്ണം കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്കായി ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ നോമ്പുകളും ഞങ്ങളുടെ ഉപവാസങ്ങളും നിന്നോടൊരു പടി കൂടി അടുക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. മാനമോടുന്ന് മൗത്തമോടുന്ന് സർവ്വതും യേശുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.